നമുക്ക് വളരെ പരിഷ്കാരിയായൊരു മാപ്പിള ആകണമെന്നാണ്. പയ്യമില്ലാത്ത ഞമ്മക്കുണ്ടായൊരു പരിഷ്കാരി നാടായ നാട് മുഴുവൻ വിട്ടിട്ട് നടക്കുന്ന ഒരു വൃത്തിയുടെ കാലായി ഏത് കുടാമില പോയി കിടക്കുന്നതാകും. അതെല്ലാം വിട്ട് അതിപ്പോ എന്നാലും കുട്ടിയെ സമാവനം ഒന്ന് ചിന്തിച്ച ഞാൻ അപ്പ വരാം. അബ്ദുല്ലാലമീനായ തമ്പുരാനെ ഈ വരാലുകൾക്കാതോ കെട്ടു മുഴിയോ അതുപ്പാ പടച്ചോനെ മുഴുവ തിന്നോ. പൊന്നാരതുപ്പാ 3-4 ദിവസം പായ്ക്കെല്ലാം ഉണ്ടി ഭയങ്കരല്ലേ. അതാ ബംഗാളിൽ കൊടുത്ത് കായ് വെക്കാൻ വെച്ചതല്ലേനോ. അതുകൊണ്ട് അങ്ങനെ ബീഫ് കുട്ടിയുടെ അർദ്ധേ നിങ്ങളെ ഉപ്പണ്ടില്ലേ. ഇനി ഇതും കൂടിയുള്ളൂ, അതും കൂടി ഞാൻ മുങ്ങിക്കളാ. ഇനി എന്തേലും മാനക്ക് കടക്കണം. എന്റൊരു ഭീതി അഞ്ചും കാലം നീട്ടിയൊരു മുകളിലൊക്കെ കുത്തിക്കല്ലോട്ട് കണ്ണ് കണ്ടോലെ എച്ചില് മോറി മുടി മുടിവും ഇല്ലാതായി. ഒരു ചെറുക്കനാണെങ്കിൽ അതാ ഈ കോലത്തിൽ. ഒന്നും പറയണ കുഞ്ഞാപ്പോ. ഒരു ചെറുക്കൽ ഇനെ കൊണ്ട് ചോദിച്ചു. 10-38 വയസ്സായി, ഇപ്പോഴും വെട്ടും പൊട്ടും തിരിയില്ല. എങ്ങനെ തിരിയ? ഒന്നല്ലേ പൊന്നല്ലേ എന്ന് പറഞ്ഞുകാണ്ട് ഒന്നിനാത്രം പോന്നിട്ടും മടി നടക്കാതെ കൊണ്ടുവരുന്ന നിങ്ങൾ തന്നെയല്ലേ. വല്ലാക്കാന്റെ കൊച്ചമ്പാടി കണ്ടുകാണ്ട് കുട്ടി വീഴ്ച തൊഴിച്ചാണോ എന്ന് പറഞ്ഞുകാണ്ട് മദർസക്ക് നിങ്ങളോനെ വിട്ടില്ല. ആ മാസ്റ്ററാണെങ്കിലോ ഒരു മൂത്തമ്മാമിന്റെ മൂന്താണ് പറഞ്ഞുകാണ്ട് 3-ാം ക്ലാസിന്റെ അപ്പുറം ഈ സ്കൂൾക്ക് നിങ്ങളോനെ വിട്ടില്ല. നിങ്ങളെ കോന്തലത്തലക്കിന്റെ ചുറ്റോടല്ലാതെ ഒരു പൂർണ്ണോകം നിങ്ങളവരെ കാണിച്ചിക്കണോ? കജ്ജി അയച്ചാൽ വിട്ട കജ്ജിന് തോന്നു കരുതി ഇച്ചാരെല്ലാരും മാണിക്കല്ലല്ലേ. മക്കളെ വളർത്തുമ്പോ മക്കളാക്കി തന്നെ വളർത്തണം. മാണിക്കല്ലായി വളർത്തിയ കല്ലന്നെ ആവും. നിങ്ങൾ കേട്ടിട്ടില്ലേ, ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യരുള്ള കാലം. അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. ഞാപ്പോ ഒരു പദ്യത്തിലൊക്കെ പഴയ ഓർമ്മകളൊക്കെ പൊടിയൊക്കെ എടുക്കുന്നുണ്ടോ? വിജാത്ത മൂപ്പത്തിന്റെ കുട്ടിയുടെ കാര്യം പറഞ്ഞാണ്ട് ഈശ്വരപ്പെട്ട കുട്ടിയൊക്കെയായിരുന്നു. അതിനിപ്പൊ ഈശ്വരപ്പെടുന്നതാ പൊട്ടങ്കേറ്റിൽ വളർന്ന തവളക്കേ കടലിന്റെ ആഴം അറിയാൻ പറ്റുമോ? നിങ്ങളെ അബ്ദുപ്പാന്റെ കാര്യത്തിൽ നിങ്ങൾ തന്നെ ഉത്തരവാദി. അതിന് ഈശ്വരപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. ഒരു മനുഷ്യനെ നന്നാക്കാനും നായ്ക്കും നരിക്കും അല്ലാതാക്കാനും ഒരു പെണ്ണിന്റെ അപ്പുറം വേറെ ഒരു മരുന്നില്ല. പക്ഷെ നിങ്ങളെ ചെറുക്കിനൊരു പെണ്ണ് അതിപ്പോ ഒന്ന് ആലോചിച്ച് തന്നെ വേണം. ഏതായാലും നമ്മളെ കൂണങ്കാതല്ലേ ഓനോടൊന്ന് പറഞ്ഞു നോക്കൂടി. ഓനല്ല ഇപ്പൊ ഇവിടുത്തെ വലിയ ബ്രോക്കർ. വരുമ്പോ പറഞ്ഞു നോക്കണം. എന്നാ പിന്നെ ഞങ്ങൾക്കൊരു ചായ. ഇത് കുടിച്ചിട്ടില്ലല്ലോ ഞാപ്പോ ഇല്ലേ? ആ പണ്ടാരച്ചെറുക്കം സമാവറിന് ബിഞ്ചടിച്ചിട്ടില്ല. നിങ്ങളെ ഇരുന്നോളി, ചായ ഇപ്പൊ തരട്ടോ. ഞാൻ അന്ന് കാണുന്നത് ഇറങ്ങിയ എനിക്ക് തിരക്കുന്നതിലും ഉണ്ടോ? ഞമ്മക്ക് എന്ത് തിരക്ക്? തിരക്കൊക്കെ പണ്ടല്ലേയോ. നമ്മളാ നല്ലപ്പം കാലത്ത് അതൊന്നും ഓർമ്മിപ്പിച്ചല്ലോ ഇല്ലാക്കുവോ. കളിഞ്ചീരമാർക്ക് റബ്ബർ മുഞ്ചി കുത്താൻ പോയതോ കിട്ടണോണ്ട് മക്കൾക്ക് കഞ്ഞിനളം കുടിച്ചാൻ തന്നെ കഴിയാത്തോണ്ട് ചോരവെള്ളം കുടിച്ച് പൈപ്പ് മാറ്റിയൊരു കാലം. ഇപ്പൊ അതൊക്കെ പറഞ്ഞ ആരെ വിശ്വസിച്ച പറഞ്ഞു ചെല്ലേണ്ട പണിയുള്ളൂ. ഇതെന്തൊരു തള്ളാ തന്തേന്നേക്കാരം ചോദ്യം. നമ്മളൊക്കെ ജനിച്ചു വീണന്നെ വലിയൊരു കൊണ്ടുവരാങ്ങയിക്കല്ലേ. അതന്നെ, അന്നത്തെ പായതൊന്നും ഇന്നത്തെ കുട്ടികളോട് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല. ഓലൊക്കെ ജനിച്ചു പോണ തന്നെ ഈ ഹൈടെക്കല്ലേ. അന്നത്തെ വലിയ കുന്നിന്റെ പകരം തന്നെ കാരണം അടച്ചോ ഞമ്മളെ ഈ ചെറിയ കുന്നുമ്മ നിർത്തിയിരുന്നു. കുന്നിന്റെ കാര്യം പറഞ്ഞപ്പോഴാ
ഒരു കുടം വെള്ളത്തിന് ഇനിയിപ്പോ കുന്ന് കയറണം. കണ്ടില്ല. സത്യം പറഞ്ഞ ഞാൻ ഇപ്പോഴും ആ പഴയ കൊണ്ട് തന്നെ ഉള്ളപ്പോ പടച്ചോനെ മറന്നു അതൊന്നും പറയല വാക്കുട്ടിയെ. എന്റെ മക്കൾ ഈ നാട്ടിൽ എണ്ണം പറഞ്ഞ കോടീശ്വരന്മാരാ, എന്നിട്ട് ഇജ്ജ കൊണ്ടിലാണ്. കാണുന്നവർക്ക് വലിയക്കലാൻമൂട്ടി പ്രമാണിയ. പക്ഷേങ്കില് കുടുംബത്തിലൊരു അക്ഷരം കുറവാൻ വെറും പ്രാണി. ഇതെന്താ തന്നെ രണ്ടാൺകുട്ടികളില്ലത് ഗൾഫില്, പെണ്ണിനെ കെട്ടിച്ച് ഓളെ കുടുംബം അതും ഗൾഫില്, മക്കള് 10 ഗൾഫിലുണ്ടായിട്ട് എന്ത് കാര്യമില്ലപ്പോ. എന്റെ മജീദിനെ പോലെ ഒരെണ്ണം, അങ്ങനെ ഒരെണ്ണം വേണം കുടുംബം കരകയറാനും ബന്ധങ്ങൾ നിലനിൽക്കാനും ഒക്കെ. ഓ കുടുംബത്തിന് വേണ്ടി അന്യ നാട്ടിൽ നിന്ന് കഷ്ടപ്പെടുന്നു. മിച്ചം വരുന്നോണ്ട് 4 മുതലും വാങ്ങിക്കൂട്ടുന്നത് സ്വന്തം ബാപ്പാന്റെ പേര്. ഇത് ഭാഗ്യവാനപ്പോ സ്വത്ത് പേര് കിട്ടിയോണ്ടല്ലോ, സ്വന്തം മക്കളെ മനസ്സില് ബാപ്പാക്ക് ഒരു സ്ഥാനം കണ്ടോ, ആ സ്ഥാനം കിട്ടില്ല. ആ സ്ഥാനം മനക്ക് കിട്ടിയില്ല എന്നപ്പറ്റി പറയുന്നത്. ഇഞ്ച മജീദിനെ പോലെ തന്നെയല്ലേ എന്റെ ശ്രീനുദ്ദീനും സുറാജും. ജോലിക്കാരനല്ലേ ഇജ്ജൊരു കരക്കെത്തിയത്. ഒപ്പം മറന്നതേനും കുട്ടിയെ. എന്തൊക്കെ ഉണ്ട് ഐഷ മോളെ, ഇത് ശരിക്കും പഠിക്കണൊക്കെ ഉണ്ടല്ലേ? മാളൂട്ടിയോ ഓരെന്ത് വിളിക്കുക? എന്താ 1500 പറഞ്ഞീന്ന്? എനിക്ക് ചായയൊക്കെ കുടിച്ചണോ? എന്താ ചെയ്യാം, ഒക്കെ ഓരോ വിധി. ഇന്റെ മജീദിന് എല്ലാ സൗഭാഗ്യം പഠിച്ചോ കൊടുത്തപ്പോ ഓന്റെ 2 പെൺകുട്ടികളെ ഇമ്മാന്റെ ആയുസ് മാത്രം ഒപ്പം മുട്ടിക്കുറിച്ചു. കാലം കുറയാതില്ലേ, ഇനിയെങ്കിലും ഓനോട് പെണ്ണെത്താൻ പറഞ്ഞൂടെ? പറഞ്ഞ് ഞാൻ തോറ്റത്. അത് പോട്ടെ, അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോ എന്താ പറഞ്ഞത്? എന്റെ മക്കള് എന്താ പെണ്ണിന്റെ പ്രശ്നം? കല്യാണം കഴിച്ചത് നല്ല സാധ്യത. എന്റെ മരക്കളും വന്നോട് കൂടി പൈസന്റെയും വേറെ ഇടപാടൊക്കെ ഓരോ വ്യാപാരം പഞ്ചായത്ത് നേരാജി പറയുന്നേ. ഞാൻ പോകും പറ്റിട്ടു ഒന്നും ചങ്ങായി, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. ഒത്താരോട് പറയാൻ പറ്റുണ്ടാക്കോ? എനിക്കറിയോ എന്റെ മക്കൾക്ക് രണ്ടാക്കും പിന്നെ പേരുണ്ടാക്കുന്ന കണ്ടിട്ട് ഓരമ്മോശന്മാരാ എല്ലാ തൊഴിലും നോക്കി നടന്നത്. അല്ല അതായിക്കോട്ടെ, നമുക്ക് സന്തോഷമുള്ളൂ. പക്ഷെ എങ്കിൽ ഞാനൊരു തന്റെ അല്ലേ എന്നോട് ഭയങ്കരം ഈ കുട്ടികൾ എന്നെ പോയി കൊണ്ട കാര്യം. വാമ്പു കണ്ടു, മക്കളെ കണ്ടു, മതി മറക്കരുത് അല്ലേ? മതി മറന്ന് ഞമ്മള് പൊട്ടുന്നു. അങ്ങനെ കാണുന്ന പറഞ്ഞ എന്തിനു ആർക്കറിയോ? പറയും പോലെ ആ വിഷയം അതിൻ്റെ അടിയിലാണ് വിട്ടു. എന്തേലും അത്യാവശ്യം നാളെ പെണ്ണിന്റെ പേരക്കുട്ടിന്റെ 40 വല്യപ്പല്ലേ. ഈ മാമൂലി നടത്തുന്നവർക്ക് മാനം എന്ന് പറഞ്ഞാല് അത് ആകാശമല്ലല്ലോ, ചെറിയൊരു മെലിഞ്ഞു വാങ്ങണം. അതിൻ്റെ അടുത്ത് കായുണ്ടെങ്കിൽ ഒരു 5000 ഉറുപ്പിക തിരിച്ചാൽ കൊണ്ട മടക്കി തരാം. കുറച്ച് സാവകാശം വേണ്ടി കേട്ടോ. അതിനിപ്പോ എന്താ നോക്കി എന്തിനാ അഞ്ചാക്കുന്നത്? 10-20 കൊണ്ടേക്കോ, ഉണ്ടാകുമ്പോ തന്നാൽ മതി. ഇച്ചിപ്പോ ഒരു 5 മതി നോക്കിയേ. വേറെ എന്തെങ്കിലും അത്യാവശ്യം വന്നാലും ചോദിച്ചല്ലത് എന്നോടന്നെ അല്ലേ. കായ്ക്ക് പണ്ടില്ലോല് ചക്രന പറഞ്ഞു സംഗതി ശരിയല്ലേ? അത് കടലിൽ തിരിഞ്ഞ് ഇന്ന് വിജയിച്ച് നാളെ 5 മറ്റന്നാ വേറെ ആരത്തെ 5000 മതിയെങ്കില്ല. അത് പ്രഥമം കുറച്ചു. ഈ ഒരു മുസ്ലിമത്തെ കുറിച്ച ചെറുക്കം ഇന്നെ മുറിച്ചായിട്ടുണ്ടായതാണ് ഉറപ്പ്. വല്ലാരതുപ്പാ, ഞാൻ ഈ കണ്ട നായക്ക നിരങ്ങളെ ഇജ്ജ് കാണുന്നില്ലേ? ഒന്ന് സഹായിച്ചൂടെ എനിക്കില്ലേ? അതാണ് വരുന്നതേ, തൊടാതെ പോകരുത് കാരണന്മാര് പറഞ്ഞിരിക്കണേ. അതിനിപ്പോ നടാടെ ഇന്ന് നടാടല്ലേ? നേരെ ഇന്ന് നടാടാണ്. ഇതൊക്കെ ഇവിടെ അടച്ചു നോക്കലാണേ. നീ കോഴിക്കാട്ടെ ചാക്കി ഇല്ലാത്ത എവിടെ
അങ്ങനെ എന്റെ ചായ അത് അടിപൊളി. ഇതൊന്ന് ഇളക്കട്ടെ. സത്യത്തിന് ഞാൻ നിങ്ങളെ രണ്ടാളും പെരിക്കാനില്ലതാ. എന്തേലാവോ ഒന്ന മറക്കത്തെ ഞാൻ ദൈവ എന്താളും എന്തെങ്കിലും കാരണത്തിന്റെ തരും വേണം. കനം നല്ലോണം വേണമെങ്കിൽ ആ വിറ്റത് അത് വെട്ടിലാക്കണം. ഇതടങ്ങ് എടുത്തോളി. അപ്പൊ നിങ്ങളല്ല നിങ്ങള് എത്തിങ്ങനൊക്കെയാണ്ട് പെരീന്ന് പൈസ അത് ചെല്ലപ്പൊടി എത്തിങ്ങാണ്ട് അത് ഞാൻ വിട്ടു. ഇത് വേറെ, ഇത് യാതൊരു കളമ്പല്ല. അച്ഛനെ അപ്പൊ ഇതുവരെ പിരിച്ചിലൊക്കെ കളമ്പോണ്ടേനുല്ലേ? ഈ ഒരു തണ്ട ഉണ്ടാക്കുന്നുണ്ടോ? ഈ എത്തീമക്കള് എന്ന് പറഞ്ഞാൽ വളരെ വല്ലാക്കാന്ന് വേണ്ട. കടം വാങ്ങിയിട്ട് ചൂടറിയിട്ടില്ല. ഇതിന്നൊരു നിങ്ങൾക്കൊക്കെ അപ്പൊ ഇത് കടം വാങ്ങിയിട്ട് വേണ്ടേ? നിങ്ങളെ വായിക്കൊക്കെ ആണെങ്കിൽ ഞാനേ എന്നെ സ്വന്തമായിട്ട് ഒരു ബാങ്ക് തുടങ്ങി വാപ്പുട്ടി കാക്ക 500ഒന്നുമില്ല. അതിനൊരു 100 റുപ്യ എടുത്തുകൊണ്ട് ബാക്കിയുടെ തരും. ഇതൊക്കെ ഞാൻ വേണ്ട. നിങ്ങൾ ഈ കാലിലൊരു ചിത്രം കാട്ടിയ ബാക്കിയുള്ള സ്ഥിതിക്ക് പറയണോ? എന്താ മൊല്ലാക്കത്? 100 റുപ്യ ബുദ്ധ കിട്ടുമോ? അച്ഛനെ 100 ഉറുപ്പൊക്കെ കിട്ടണമെങ്കിൽ ഇപ്പൊ എത്രങ്ങാനും ക്ലാസ് മാറണം. സംഗതി ഒക്കെ ശരിയാ. പക്ഷെങ്കിൽ ഇങ്ങളൊക്കെ ഗൾഫാരാണ്. ഒരു 5000 10,000 ഒക്കെ പ്രതീക്ഷിച്ചിട്ടല്ലേ നിങ്ങളെത്തിട്ട് വരുന്നേ? അതിന് പ്രതീക്ഷ എന്നാ പറയാ. അത്യാഗ്രഹമല്ലേ? എല്ലായിടത്തും ഉണ്ടാവും ഇങ്ങനെ ഓരോ ആകാശാള്. വലിയ മട്ടും മാളികയും കോപ്പൊക്കെ കണ്ട് ബാലിക ചെന്ന് ബെല്ലടിച്ചാലേ 1 മണിക്കൂർ കാത്തുക്കണം. ഇതൊന്നും തുറന്നിട്ടുണ്ടെങ്കിൽ തന്നെ. എന്നിട്ട് എവിടെയൊക്കെ തപ്പിത്തെറിഞ്ഞാണ്ട് ലിബിന്റെ നോട്ട് കൊണ്ടൊരു വരവ്. ഇപ്പങ്ങോട്ട് കയറി കാണുമ്പോ ആ നല്ല ബാലിക ചെല്ലുകാണ്ട് ഒരു ദിവസം എപ്പോഴാണ് ബെല്ലടിച്ചെന്ന് നമുക്ക് വല്ല അറിയിച്ചാലോ? സകല മനുഷ്യന്മാർ ആട്ടം മുട്ടി നിൽക്കുന്ന സമയം വല്ല വീടും കാവുണ്ടെന്ന് കരുതി ഇക്കാലത്ത് കജ്ജ് കാവുണ്ടായിക്കൊള്ളുന്നില്ല. പള്ളിക്കും മദ്രസക്കും കുട്ടികളെ കെട്ടിച്ചാലും ദീനത്തിന് ചികിത്സിച്ചാലും ഇങ്ങനെ 100 പിരിവുണ്ട് ഓരോ ദിവസം. മില്ലിനനുസരിച്ച് തരുന്നില്ലേ? അത് 5,000 10,000 ഇങ്ങനെ വീസപ്പുറത്ത് ഇടരുത്. അതന്നെ 10 ഉറുപ്പ് ആവല അധ്വാനിച്ചുണ്ടാക്കണം. അതിന്റെ വില അറിയണം. അതൊന്നും നിങ്ങളോടും ചന്തുക്കാനോടൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. അമ്മത്തിന്റെ നീ കൂട്ടിയെ കുടിക്കോളെ. ഞാനറിയാം കുടിനെ പൊത്തല്ലോ. ഇല്ല ഇന്ന് മൊത്തീന പറഞ്ഞെടുക്കുന്ന അല്ല ആപ്പിന്റെ എന്നാ പിന്നെ മംഗലാപുരം മത്തിയേക്കാരൻ അതും തരുന്നില്ല. ഉച്ചക്കൊരു കുടിക്കോളൂ. ഉച്ചക്ക് കെട്ടിക്കോളി. നിങ്ങളിങ്ങനെ ഓസിന് പറ്റുമല്ലോ. ഓസോ ഇത് സക്കാത്താണ്. കുഞ്ഞപ്പൊക്കെ ഇഷ്ടം പോലെ സക്കാത്ത് കൊടുക്കാൻ മനസ്സിലാ. നിങ്ങളെ വാങ്ങിയില്ല. ഇച്ച് സക്കറാത്ത് കക്കോളെ ചക്കാത്തിന് കൊടുക്കേണ്ട ഒരു മുതലുണ്ട്. അതിന്റെ ഒക്കെ നോക്ക് സക്കാത്ത്. അസ്സലാമലൈക്കും. ഞാൻ കുഞ്ഞപ്പാക്കാരെ തന്നിട്ട് ഏതെന്നോടെ തുറന്നു ഞെരപ്പ ഇവിടെ ഉണ്ടായില്ലേ? എന്റെ പാട്ടൊക്കെ കുട്ടികളോ കുട്ടികളെ പഠിപ്പിച്ചാണ്. മുഴുവനും ഓതിക്കുന്നു. അത് ഏത് കിതാബാണ് അവരെ? അതൊക്കെ പോട്ടെ. എന്താ പ്രശ്നം? ഒന്നാര ബാബുക്കാക്ക ഞമ്മടെ ഖാദർ മാരേജ് ബ്യൂറോ ഈ കല്യാണ ബ്രോക്കർ ദല്ലാള് മൂന്നാണ് ഇങ്ങനൊക്കെയല്ല പോക്കണം കേട്ട പേര് ഒഴിവാക്കാൻ വേണ്ടി ഞമ്മക്കായി കിട്ടിയൊരു പേരാണ് ഈ ഖാദർ മാരേജ് ബ്യൂറോ. അത് ശരി. അതിനാണെങ്കിൽ എനിക്ക് 2 അടി കൂടി ഏറെ കിട്ടണം. എന്റെ ബാബുക്കാക്ക അതല്ല. ഈ 1.5 കാലം വെച്ച് ഞാൻ എടുക്കുന്ന തൊഴിലുണ്ട്. കേട്ടാനും കെട്ടിച്ചാനും ആയ കുട്ടികളെ തമ്മിൽ മുട്ടിച്ച ഓര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിയ കിട്ടണതും വാങ്ങി ഇന്റെ ബുദ്ധിമുട്ടാണ് നടക്കുക. അതിനെ ഞങ്ങളൊക്കെ ഈ ബ്രോക്കറും പണി എന്ന് പറയുന്നത് അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? അപ്പൊ ഇയാളെ പണിയോ വല്ല എത്തിങ്ങാന്റെ പേരും പറഞ്ഞ് പിരിവട്ടുക. എന്നിട്ട് അതിന്റെ പോകി മുക്കാലും മൂപ്പരന്നെ മുങ്ങ. പറ്റുന്നത് ഞാൻ മുങ്ങുന്നത്.
എന്താണ് കഥ? എത്തിമക്കൾക്ക് കയറാണ് മനുഷ്യന്മാര് തരുന്നത്, അതെങ്ങനെ ഇയാൾക്ക് ഹലാലാകുക? അതെ, ഹലാല് ഹറാമൊക്കെ അടക്കട്ടെ, അതൊക്കെ നീ മേസറിന്ന് പഠിച്ചോ തീരുമാനിച്ചോളൂ. ഈ ഹലാലി ഹലാലി എന്ന് പറയുന്ന വാക്കുകൊണ്ടേ മനുഷ്യന് പൈച്ചണിനും കൂടി തിന്നാൻ പറ്റാത്ത അവസ്ഥയായിരിക്കണം. തൽക്കാലം ഖാദർ കേട്ടിട്ട് ഖാദറും മൊല്ലാക്കാർ കേട്ടത് മൊല്ലാക്കിയാണ് മുടങ്ങിക്കോളി. അതന്നെ ഞമ്മള് പറയുന്നത്. ഞമ്മക്കുള്ള പയഞ്ഞില് മൂപ്പര് കണ്ടിട്ട് വരണ്ട. അതെന്ത് മൂപ്പൻ എന്റെ കണ്ടിട്ട് വരികയെ? അങ്ങനെ ചോദിച്ചു. ഞാനേ നമ്മളെ കോയക്കുട്ടിയാരുടെ പെണ്ണിനെ കൊണ്ടോട്ടിന്ന് കല്യാണം കൊണ്ടു. ഇയാള് പിരിവി എന്നുകാണേ 100 കുറ്റം പറഞ്ഞാണ്ട് അതങ്ങോട്ട് മുടക്കി. എന്നിട്ട് ചന്തക്കുന്നും ഒരു ചെയ്ത്താനെ കൊണ്ടുകാണ്ട് അതങ്ങ് നട്ടി ചെയ്തു. കണക്ക് പറഞ്ഞ് കായ് വാങ്ങി. എന്നൊക്കെ അതിപ്പോ വേണ്ട നോക്കാനും പറ്റാത്ത കെവിമാക്കാന്റെ കുട്ടിക്ക് കാരപ്പുറത്തുനിന്ന് കൊടുന്ന കല്യാണം ഇയാള് കലക്കി. ചേക്കൂന്റെ ചെറുക്കിനെ ചുങ്കത്തറന്ന് ആലോചിച്ചത് ഇയാൾ ചവിട്ടി കയറി. മൂച്ചിക്കന്ന് മൂസാക്കാന്റെ മുനീറിനെ കൊണ്ടുവന്ന 3-ാം കെട്ട് വരെ ഇങ്ങനെ എത്രണ്ടെന്ന് അറിയോ? നിങ്ങൾ പറയും ബാബുട്ടാക്ക, ഈ കാട്ടിയതൊക്കെ ചെറ്റത്തരല്ലേ? ഈ പറഞ്ഞൊക്കെ നേരെ മതിയാക്ക. നേരല്ല എന്ന് പറയാൻ പറ്റൂല. അത് ശരി, അപ്പൊ ഈ ചെറ്റത്തിലൊക്കെ നിങ്ങൾ ചെയ്തതന്നെയാണല്ലേ? അതേന്ന് അന്നം തന്നെ മുഴുവൻ കിട്ടാല്ലാത്ത നാട്ടില് പൂറാൻ കക്കൂസ് ഉണ്ടാക്കി നക്കപ്പാറ കുടിച്ചിക്കണം നേരെ. ജോലി കൂലിയൊക്കെ കീഴ്പ്പെട്ടു, ചെല്ലും ചെലവൊക്കെ മേൽപ്പെട്ടു. ഒരു സൈഡ് ബിസിനസ് ഒക്കെ ആർക്കാരും വേണ്ടി വരും. അത് വേറെ പാര വെച്ചിട്ട് വേണോ? ഇത് തല്ലി ചെണ്ടക്കും കൂലി മാരാർക്കും എന്ന് പറഞ്ഞ മാതിരിയാണ് ഇന്റെ അവസ്ഥ. എന്നാലേ ഇഞ്ച് ഇടപെട്ടൊരു കേസില് നീ മൊല്ലാക്ക ഇടപെടില്ല. എന്താ മൊല്ലാക്ക? ഇടണ്ട. നീ പെട്ടാല് ഈ നോക്കുകൂടി കൊടുക്കണ മാതിരി കിട്ടണത് പോയി കാതറാണ് കൊടുക്കേണ്ടി വരും. കമ്മതായിക്കൊന്നും ഇപ്പൊ തല്ല കിട്ടി, അതിപ്പോ നീ കൊടുക്കണാവോ? നീ ഇജ്ജ് വന്ന കാര്യം പറയും. നമ്മളെ അൽക്കാദർ മാരേജ് ഞാൻ പേരിവിടെ മുണ്ടി എന്റെ മൂർത്തവ്യം തച്ചു പൊട്ടിച്ചു. സ്റ്റാൻഡേർഡ് ആകാൻ സമ്മതിച്ചില്ല. നമ്മള് കുഞ്ഞാപ്പാക്കാന്റെ പേരക്കുട്ടിക്ക് ഒരു ആലോചനയും കൊണ്ട് വന്നതാ. ഇഞ്ച പേരക്കുട്ടിക്കോ? അതിനാരെ ഓളെ കെട്ടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞേ. അതിപ്പോ നിങ്ങൾ തീരുമാനിച്ചൊന്നും വേണ്ട കുഞ്ഞാപ്പാക്ക, അത് കുട്ടികൾ തമ്മിൽ തീരുമാനാക്കി. എന്താ കാതരജി പറയുന്നത്? ഈച്ചൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങളെ പേരക്കുട്ടിയില്ലേ ഓടും നമ്മളെ മരക്കാരെ ചെറുക്കും തമ്മിൽ ഐലവ്യ. എന്റെ കണ്ണാപ്പിനെ ഞാൻ തേങ്ങ കാണാം. അതിന് ഇന്നോട് തോന്നിയിട്ടിട്ട് എന്താണ്? മൂപ്പര് തോന്നിയിട്ടിട്ടുള്ളൂ. ഞാനാണെങ്കിൽ ഇപ്പൊ എന്റെ കോട്ടം പോയി. മൂപ്പരെ പേരക്കുട്ടി ഇജ്ജാക്കിരിക്ക ടൈപ്പല്ല. ഓനെ പല സ്ഥലത്തും വെച്ച് നമ്മൾ പല പ്രാവശ്യം കണ്ടിക്കണ്. അതുകൊണ്ടല്ലേ നമ്മള് ആ ചെറുക്കനെ കുറിച്ച് കാര്യം ചോദിച്ചത്. അപ്പൊ ഓലെന്നെ പറഞ്ഞതാണ് ഓല് തമ്മിൽ ഇഷ്ടമാണ്. ഓല് വേറെ വല്ലതും ആസൂത്രണം ചെയ്യുന്നതിന് മുന്നേ കല്യാണം കഴിക്കില്ല. നിങ്ങൾക്ക് മാനനഷ്ടം ഒഴിവാകും, ഉച്ചൊരു ബിസിനസ് നഷ്ടം ഒഴിവാകും. ഐഷമോള് കോളേജിൽ പോയിക്കണോ? ഇന്നത്തോടെയുള്ള കോളേജും പഠിപ്പൊക്കെ നിർത്താൻ പറഞ്ഞത്. എന്താ ഷാജിന് എന്താ പ്രശ്നം? ആ മറക്കാൻ ചെറുക്കം വന്ന് ഞാൻ എടുത്ത് ഓനോട് ഇഷ്ടാണ്, കല്യാണം കഴിച്ചാലും പറഞ്ഞുണ്ട്. സാഫ്യെ അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഓൻ ഞങ്ങോട്ട് വിട്ടിക്കണത്. ഓ ഉസാറ് ചെറുക്കനാ. അത് ശരി, അന്നെ ഏൽപ്പിച്ചിക്കണോ? ഞങ്ങളെ തറവാട്ടിന്റെ ഒരു പെണ്ണിനെ കെട്ടാ എന്ത് യോഗ്യതരാ ഓനുള്ളത്. ഞങ്ങളെ കുട്ടിന്റെ 4 അയലോക്കത്തെങ്ങാനും ഓനെ കണ്ടാണ്ടല്ലോ ഓന്റെ ഹോട്ടലിലുമോ സ്ഥലം ഉണ്ടാവില്ലെന്ന് നിങ്ങൾ പറഞ്ഞതാ. ഇതിപ്പോ ഇങ്ങനെ ബച്ചലാക്കേണ്ട കാര്യമൊന്നുമില്ല സാധ്യം. ആ ചെറുക്കൻ നല്ല ഫസ്റ്റ് ചെറുക്കനാണ്. കുഞ്ഞാപ്പാക്ക ആയിട്ടിങ്ങനെ 2ാമത് ഇഷ്ടമായി അതവിടെ നടത്തി കൊടുക്കല്ലേ വേണ്ടി. വെറുതെ എന്തിനാ ഒരു മതിലി കാണാൻ പറഞ്ഞു നൽകി കൊടുക്കണം. പറയും പോലെ മരക്കാരെ കുടുംബം അത്ര മോശമൊന്നുമില്ലല്ലോ സാജിയെ. ഓരോ ഇഷ്ടം അതാണെങ്കിൽ വാപ്പന്റെത്തായി പറയണേ. ഞമ്മക്ക് നമ്മളെ അന്തസ്സം വേണ്ട നോക്കുക. നിങ്ങൾക്കും മജീദാക്കാർക്കും അല്ലെങ്കിലും കുട്ടികളെ ഇഷ്ടമാണല്ലോ വലുത്. ഇത് അങ്ങനെ വിടാൻ പറ്റില്ല. ഷാഫിയെ, ഇത് വ്യാപാരി കൊണ്ട് പരിഹരിക്കാർക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടുന്ന് ചർച്ച ചെയ്യാം. വെറുതെ വീഡിയോ കളയുമ്പോൾ ചർച്ച ആക്കണ്ട. കാതരെ, നമുക്ക് പോകാതിരുന്നുണ്ടോ? നമ്മളെ എപ്പോഴും തന്നെയില്ലേ നോക്കിയേ. ഇതിപ്പോ വരുന്നുണ്ടോ? ഉണ്ടേ പോവാ. ഒരു പടക്കില്ല ആളുണ്ടല്ലോ. ഒരു കായ്സായും കൂടി മോതാറൊക്കെ കൂടി ഇജാത്താ, ഞങ്ങൾക്ക് 2 പേരെ ചായ എടുത്താണ്. എനിക്ക് മാറൊന്നുമില്ല. ഞാനിപ്പോ സാരി വരുമ്പോ ഇങ്ങനെ കുടിച്ചാക്കണ്. ഇന്ന് അച്ഛൻ എടുത്തോളി. ഞാൻ കുടിച്ച വാസം കൊണ്ട് വരും. ഞാൻ എപ്പോഴും മുട്ടിട്ടുണ്ടായിരുന്നു. ഓ തൊള്ളക്കും പള്ളക്കും വേണ്ടി കിട്ടിയ വേഷാണ് അത്. കാര്യമാക്കണ്ട. ഇതിപ്പോ ഞാൻ
ഈ മരക്കാരെ ചെറുക്കനെക്കാട്ടിലും കുറച്ചും കൂടി ഗ്ലാമറും അത്യാവശ്യം തറവാടിത്തല്ലേ വല്ല കൊച്ചുകളുണ്ടോ എന്റെ കയ്യിൽ? ആ നോക്കാം നമ്മള്. ഇനി അബ്ദുഖാനെ പറ്റുമോ? അൽഹംദുലില്ലാ ഒരു ബിരിയാണിയുടെ ചൂട് അടിച്ചിട്ടുണ്ട്. സാജിയെ നമ്മളടുത്ത് കൊണ്ട് നല്ലൊരു ഫോൺ ഉണ്ടെന്ന് പറയുന്നു. ഈ കൊലക്കണ്ട ഇതത് ഉണ്ടാക്കും. നല്ല ഫ്രഷ് ആലോചന മുടക്കണ വെച്ച് ഈ പ്രേമക്കുത്തല്ലേ കളിക്കാനല്ലേ വലിയ പണി കാണിച്ചു തരാന്. സാജിയെ ഇത് നമ്മളെ കാർത്തുമ്പടിക്കലെ കുഞ്ഞുങ്ങളെ ചെറുക്കാൻ എങ്ങനെയുണ്ട് നോക്കാം. പറയും പോലെ നല്ല തുക ഇതും കൊള്ളാലോ. പക്ഷേങ്കി ഇത് കൊള്ളിച്ചാൽ കുറച്ച് നേരിടേണ്ടി വരും. അതെന്താ? അല്ല ഇപ്പൊ ഈ ശ്രീനാഥല്ലോ. അതെ എന്നാ അധികം പോയിട്ടില്ല, അത് ഇപ്പോഴും ഉണ്ട്. അതെങ്ങനെ? ആ അത് നമ്മള് പറഞ്ഞുതരാം. വേണ്ട ഇഞ്ചി നീക്ക് തരണ്ട. വേണ്ട പിന്നെയും ചാടിയ മുട്ടോളം പിന്നെയും ചാടിയ ചട്ടിയോളം ഇതിന്റെ പൗസാക്കി ഞാൻ കാണിച്ചു തരാം. സാജിയെ ഈ പൂജാപ്പണ്ട കൂട്ടക്കാര് പെണ്ണിനെ കാണാൻ വരുമ്പോ തന്നെ വരുന്നുണ്ട്. പെണ്ണൊക്കെ ഇത്ര കൂട്ടിക്കുന്നത് അല്ലെങ്കിൽ മൂത്ത ചിത്രം കൊടുക്കുന്നത് അതിലൊരു പാവം കൂടല്ലാതെ പോരാൻ പറ്റൂല നാം പറഞ്ഞത്. അത് ശരി. ഓന് 75 പൂർത്തും ചെയ്തിരിക്കണേ, 75 ഇങ്ങോട്ട് കൊണ്ടതും ചെയ്തിരിക്കണേ. ഇത് നോക്കൊന്നും വേണ്ട, ഞാൻ പിരീഡ് ആയപ്പോ ഉറങ്ങിട്ട് അറിവാണ്. നാടും വെച്ചാൽ PSC പരീക്ഷ എഴുതി കൂടെ എന്താണ് PSC ചെയ്തത്. 75 പവന് എന്ന് പറയുമ്പോ ഇന്നത്തെ കാലത്ത് അത് കൂടുതലൊന്നുമല്ല. ഈ ചെറുക്കന്റെ സ്വഭാവമൊക്കെ എങ്ങനെയുണ്ട്? കേട്ട കേൾവിക്കും കണ്ട കാഴ്ചക്കനുസരിച്ച് കുഴപ്പമൊന്നുമില്ല. ഇന്നിപ്പോ താടി മുടി നീക്കി അയിമ റബ്ബർ ബാൻഡ് ഇട്ട് നടക്കണ കുണ്ടന്മാരല്ലേ, അതെല്ലാവർക്കും കിട്ടാതല്ലോ. ബാക്കിയൊക്കെ പെൺകുട്ടികളെ കൊടുക്കണേക്കാ. ഒരു പ്രവാസിക്ക് കെഫീന് നന്നാകലും ദാമ്പത്യത്തിന് തുണ നന്നാകലും അവനാന്റെ യോഗഭാഗ്യം പോലെ എന്നല്ലേ ചെല്ലി. കാതർ ഏതായാലും ഓനെ കൊണ്ടുപോയി നമ്മുടെ കുട്ടികളെ കാണിക്കും. ഇതൊക്കെ എടുത്തു വരികയാണെങ്കിൽ ഇൻഷാല്ലാ നമുക്കിത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കണം. മറ്റേ പ്രേമം പ്രശ്നം ഉണ്ടാക്കുമോ? ഏയ് അതിച്ച് പ്രശ്നമൊക്കെ തന്നെ വേണ്ട, അത് ഞാനായിട്ട്. ഇന്ന് ഇൻഷാല്ലാ നാളെ തന്നെ ആയിക്കോട്ടെ. ശരി എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം. എന്നാ സാജിയെ വണ്ടി കൂലിക്കായിട്ട് ഒരു 2000 രൂപ എന്റെ ഗൂഗിൾ പേ ഒക്കെ ചെയ്തു. അതാണിപ്പോ ആദ്യം വേണ്ടെങ്കിലേ അത് ഞാൻ തരാന്നാല്. ഇതൊക്കെ ആ ചായന്റെ പൈസ ഞാൻ തരട്ടോ. ആയിക്കോട്ടെ. നോക്കടാ നിന്റെ അബ്ദുഖാക്ക് പറ്റുന്ന ഒരു പെൺകുട്ടിനെയും കൂടി ഇത് അനുസരിക്കണ്ട. നിങ്ങളെ അഭിപ്രായം പെണ്ണുങ്ങളെ അച്ചിലിട്ട് വാക്കണ പണിയല്ല, കണ്ണ് കണ്ടാലും കുട്ടികളെ ചൂണ്ടി കാണിച്ചു കൊടുക്കണ പണിയുള്ളൂ. നിങ്ങളെ അഭിപ്രായം വേണ്ടി നിന്റെ തടി ഏർപ്പാട്ടാണ്, ഞാനില്ല. കുറച്ച് ബുദ്ധിക്ക് കുറവുണ്ടെന്നല്ലേ ഉള്ളൂ. കൂന്നും വരാന് ഓൻ പണിയാണ് ശരിയായി. ഓ തോട്ട വിറ്റാക്ക നിങ്ങളെ അഭിപ്രായം ഒരു പുതിയനല്ലേ, അതിന് ഞമ്മള് പറ്റുണ്ടായി തരാം. നേരെ ആന്ന് നിങ്ങളെ കഞ്ഞി അടിച്ചണം, കുറച്ച് കഞ്ഞിവെള്ളം കിട്ടാം. കഞ്ഞിന്തലാകാതെ ഞാൻ കൊണ്ടുവരാം. എന്നായി കുറച്ച് പറ്റും കൂടി ഇട്ടണി, വള്ളം ഒരു കനായിക്കോട്ടെ. കൂട്ടാനൊന്നും വേണമെന്നില്ല. ഇനിയൊക്കെ അത്തരം അധികം പറഞ്ഞ പോത്തർച്ചിന്റെ ചാട്ടിന്നേ കുറച്ച് ചാരം കിട്ടണി, കണ്ട പാകത്തിന് മതി. അങ്ങനെ കഞ്ഞി ഇവിടെ നേരായി. ഇവിടെ കുത്തുന്നപ്പോ നീ കായ് വെച്ചാവോ ഔട്ടക്ക് പോകുക അപ്പൊ നല്ലത്.
ഹലോ അസ്സലാമലൈക്കും. വാലേക്കും സലാം റഹ്മത്തുള്ളാഹ്. ഇതാണപ്പോ മനസ്സിലായി മോനെ. അത് സുഖല്ലേ? അൽഹംദുലില്ലാഹ് സുഖാണ്. ചേത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എന്തായി? ദാ ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കാണ്. എന്റെ അൻസന്മാരോട് ആർഭാടം വേണ്ടെന്ന് പറഞ്ഞിട്ട് കേക്കണ്ടേ? ഗൾഫുകാരല്ലേ എന്നാണ് അറിയണത്. ഇൻഷാ അല്ലാഹ് ഒക്കെ ഭംഗിയായി നടക്കട്ടെ. പിന്നെ എന്താ മോനെ? ഇവിടുത്തെ സ്ഥിതിയൊക്കെ ആകെ മാറി മറിഞ്ഞിരിക്കാട്ടോ. ഇവിടെ പിടിച്ചു നിൽക്കാൻ തന്നെ കഴിയാത്തൊരവസ്ഥയാണ്. കടകളൊക്കെ ഇവിടുന്ന് പൊളിച്ചു മാറ്റിയിട്ട് ഒരു മനുഷ്യനിപ്പോൾ പണിയില്ലാതായിരിക്കുകയാണ്. കല്യാണമാണെങ്കിൽ ഇപ്പോൾ ഇന്ന് നിശ്ചയിക്കുവാണല്ലേ, ഒരു 10 പവൻ വാങ്ങാൻ പോലും എൻ്റെ കയ്യിൽ കാശ് കഴിയുന്നു തോന്നുന്നില്ലപ്പം. എന്താ ചെയ്യാന്ന് എനിക്കൊരു ഏറ്റവും പിടിയും കിട്ടണില്ല. മോനെ അതിനെന്തിനാ ഇജ്ജ് വിഷമിക്കണത്? ഇജ്ജ് അധ്വാനിച്ച സ്വത്തില്ല ഇവിടെ. സ്വർണത്തിനൊക്കെ വജ്ജ് ഞാൻ കണ്ടത്. ഇജ്ജ് പറഞ്ഞ സമയത്ത് ഇങ്ങോട്ട് എത്തിയാൽ മതി. ഈ കല്യാണം നമ്മൾ നല്ല അന്തസ്സായിട്ട് നടത്തും. പോരെ? ഇന്നത്തെ ഒരു ഒച്ചാട്ട് മതിയാ. ഹലോ ഹലോ അല്ല കുഞ്ഞാപ്പാശ. ചോറുണ്ട്, ബിരിയാണി ഉണ്ട്, കുഴിമന്തി ഉണ്ട്, പിന്നെന്താ ഫ്രൈഡ് റൈസോ? പാച്ചോനെ കജ്ജും കാലും കാണും ചെയ്തൊക്കെ ഈ 2 തിന്നു. തൊള്ളിയും പള്ളിയും മാത്രം ഓരോന്നാക്കിയത് വല്ലാത്ത ചതിയായിപ്പോയി. എന്താ പിന്നെ ചെയ്യാ? പള്ളി കൊണ്ടുവന്നേ തിന്നാൻ പറ്റുള്ളൂ. കൃഷി കൊണ്ടുപോകുമ്പോൾ പീസ് എന്തെങ്കിലും വിളിച്ചോ നോക്കട്ടെ. ഹലോ, ആ അതെ, ആ ഇപ്പോ അപകടം പറ്റിയെന്ന് മുട്ടിക്ക് എന്താ പറ്റിയത്? ഒപ്പോൾ ഫോണ് വെച്ചിട്ടുള്ളത് എന്താ സാധ്യ പറ്റിയത്? പോയി. കൊണ്ടുവരണം ഇതൊന്ന് കാണണം. എന്താ ചേച്ചി എന്നാ കൊണ്ടുവരാൻ ഏർപ്പാടുണ്ടാക്കല്ലേ? പോയവരേതായാലും പോയില്ല, ഓക്കേക്കാം. ഇനിയിപ്പോൾ ഇത്രയും വലിയൊരു സംഖ്യ മുടക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ കൊടുന്നാൽ ഈ മണ്ണിൽ തന്നെ വെക്കണേ. അപ്പൊ ബാപ്പാനോട് കൂടി സമാധാനം പറയാം. അത് കാര്യാക്കണ്ട, അത് കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. ഷഫിയെ, പിന്നെ ബോഡി അവിടെ തന്നെ മറവ് ചെയ്യാനുള്ള ഏർപ്പാടുണ്ടാക്കണം. ഇത് കൂടി ഒന്ന് വന്നാൽ അല്ലേക്കാ, ഞങ്ങളിപ്പോൾ വരാം. അതുവരെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കൂട്ടോ. പോയി ഷാഫി. ജാതി ചൂടല്ലേ, ഒന്നോട് മിന്നിക്കൊടുക്കി. അതെ, ഒന്ന് കുടിച്ച ഇതേ നമ്മൾ കെട്ടിയോടിച്ച് വിട്ടിട്ടുണ്ടോ? എത്രയും പെട്ടെന്ന് ആസ്പത്രിയിൽ എത്തിച്ചണം. കുടിച്ചാ ഞാൻ കാണിക്കൊടുക്കും. വേറെ വണ്ടിയിൽ കുടിച്ചാൽ നിങ്ങളെന്നെ മുടക്കി. അല്ലാതെ 75 പവനും കല്യാണ ചെലവും
ഇതുണ്ടാക്കോ? ഞാനെങ്ങനെ ഉണ്ടാക്കണേ? അതന്നെ കാരണം ഞങ്ങളെ കൊണ്ടും പറ്റൂല. ഇത് വല്ലാത്തൊരു ചതിയായി പോയിട്ടു. പറഞ്ഞുറപ്പിച്ച് ഇത്രയും കാലം കാത്തുനിന്നു പറഞ്ഞാണ്ട് ആ ആചാരം ഞാൻ കുറച്ചും നല്ല ചീത്താറില്ല. പോലെ കുത്തിരുന്നാലേ ഇങ്ങോട്ട് ഇരിക്കും. അല്ല എന്താ ഇപ്പൊ ഇത് വിശേഷം? അതൊക്കെ പറയാ. ഇനിയുണ്ടോ? ഉണ്ട്. എന്നാ പിന്നെ വിശേഷം അറിയണമെന്നില്ല. ആ പോക്കനെ പൊറാട്ട തന്നത് ഭാഗ്യായി. അസ്സലാമലൈക്കും. ബാബുക്കേക്ക അന്ന് പോയതാ, പിന്നെ ഈ വൈഫ് കണ്ടിട്ടില്ല. ഒന്നും ഉണ്ടായിട്ടല്ല മക്കളെ, കുഞ്ഞാപ്പില്ലാത്ത വീട് കാണാൻ കഴിയാത്തോണ്ട നമ്മളും അതിനെ. ഞാൻ എപ്പോ വന്നാലും 500 അല്ല 1000 ഉറുപ്പിന്റെ കയ്യിലെടുത്ത് എത്ര വേണ്ടാന്ന് പറഞ്ഞാലും മൂപ്പിൽ കേൾക്കൂല. അല്ല കായ്പ വരും തന്നെയേക്കാര. പക്ഷെങ്കില് കുഞ്ഞാപ്പാക്കാരെ കല്ലുകൊണ്ട് കിട്ടൂലല്ലോ എന്ന് ആലോചിച്ചപ്പോഴാ തോന്നുന്നു. ഇത് നമ്മൾ അടയാക്കി നോക്കിയേക്കാം. ഇബ്രാഹിം കുട്ടി. അപ്പൊ എല്ലാരും ഉണ്ടല്ലോ. അട്ടെ എന്താ ഇപ്പൊ വിശേഷിച്ച്? നമുക്ക് ആദ്യം ഭക്ഷണം കഴിക്കുക, എന്നിട്ട് സംസാരിച്ചാ പോരെ? അതാണ് എന്റെ രീതി. പള്ള കാലായ ഉള്ളാൻ കിട്ടാനും ഉള്ളിൽ കൊള്ളൂരാണ്. ഒന്ന് വേഗം വരും മാറ്റിയേക്കാം. നിന്നാ കുറ്റങ്ങളെ നിങ്ങൾക്ക് ആ തണുപ്പഞ്ചേരൊന്ന് മാറ്റിക്കൂടെ? നിങ്ങള് വരും കുട്ടികളെ. നിങ്ങൾ കഴിച്ചോളി, ഞങ്ങൾ പിന്നെ തിന്നോളാം. അതൊക്കെ ഞമ്മക്ക് തീരുമാനിക്കാം. അതിന്റെ മുമ്പ് ഞാനൊരു കാര്യം ചോദിച്ചട്ടെ. അതൊക്കെ ഞമ്മക്ക് തീരുമാനിക്കാം. അതിന്റെ മുമ്പ് ഞാനൊരു കാര്യം ചോദിച്ചട്ടെ.